ഹൈക്കോടതിയാണ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത്. ഹൈക്കോടതിയാണല്ലോ ഈ കേസ് കൊണ്ടുവന്നതും അന്വേഷണത്തിന് ഉത്തരവിട്ടതും ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയുടെ പരിഗണനയിൽ അന്വേഷണം നടക്കുന്ന ഒരു കാര്യത്തിൽ കേന്ദ്രം ആ രീതിയിൽ ഇടപെടാറില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എന്താണ് ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം അന്വേഷണത്തിലൊക്കെ അങ്ങ് തൃപ്തനാണോ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം? ഇന്നിപ്പോൾ പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വച്ചിരിക്കുന്നു. അതിലൊക്കെ തൃപ്തരാണോ നിങ്ങൾ BJP? അല്ല, പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കഴിഞ്ഞ കാര്യത്തിലൊന്നും ചെയ്യാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കോടതിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന അന്വേഷണം നടക്കട്ടെ. അപ്പോൾ അതിനുശേഷം കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ സാധിക്കുള്ളൂ. കേന്ദ്രം അല്ല, അങ്ങനെ പ്രധാനമന്ത്രി നേരിട്ടല്ലല്ലോ അത്. അതിൻ്റെ അന്വേഷണ ഏജൻസികളും അങ്ങനെയുള്ളതല്ലേ. മന്ത്രിമാർക്ക് എന്താ അതിൻ്റെ അകത്തുള്ള ഏജൻസി? അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ മന്ത്രിമാർക്ക് എക്സിക്യൂട്ടീവിന് പരിമിതികളില്ലേ. അതിന് നിയമമുണ്ട്. കാരണം ഈ നമ്മുടെ FIR രജിസ്റ്റർ ചെയ്തിട്ട് അങ്ങനെ അവിടെ അറിയിക്കുകയാണെങ്കിൽ, കേന്ദ്ര ഏജൻസി അറിയിക്കുകയാണെങ്കിൽ അവരിടപെടും. ഇപ്പോൾ കോടതി പറഞ്ഞിട്ടാണ് ഇപ്പോൾ നടപടി. കോടതി ജുഡീഷ്യലായിട്ടുള്ള കാര്യത്തിൽ സാധാരണ രീതിയിൽ ഇടപെടില്ല. അങ്ങനെയാണ് സാറേ. രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു IAS ഓഫീസറെ ദേവസ്വം ബോർഡിൽ പ്രവർത്തിച്ച് പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവച്ചതിനെ സ്വാഗതം ചെയ്യുകയാണോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ കുഴപ്പമുണ്ടായിട്ടുണ്ട്, നിരന്തരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണ്. അവർ എങ്ങനെ പറഞ്ഞാലും അത് അവരുടെ എന്താ പറയുന്നത് അടവ് നയമാണ്. അപ്പോൾ അതുകൊണ്ട് കള്ളത്തരത്തിൽ പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ അതുണ്ടായിരിക്കുന്നു, വിശ്വാസം ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് വന്നിരിക്കുന്നു എന്നുള്ളത് അവരുടെ ഒരു അടവാണ്. അപ്പം ദൈവനിഷേധികളാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾക്കും അതുപോലെ ദൈവവിശ്വാസത്തിനും എതിരായിട്ടേ അവർ പ്രവർത്തിക്കുകയുള്ളൂ. ആ കാര്യത്തിൽ ഈ പിണറായി വിജയൻ്റെ ഇൻറ്റഗ്രിറ്റി ഞാൻ അംഗീകരിക്കുന്നു. നിരന്തരമായിട്ട് അദ്ദേഹം ദൈവനിഷേധം ചെയ്യുന്നയാളാണ്, ആ ദൈവവിശ്വാസത്തിന് എതിരായിട്ട് നിൽക്കുന്നയാളാണ്, കമ്മ്യൂണിസ്റ്റാണ്. അപ്പോൾ ഈ ക്ഷേത്രങ്ങളും ദൈവവിശ്വാസവും ഇല്ലാതായെങ്കിലേ കമ്മ്യൂണിസം വളരൂ എന്ന് വിശ്വസിക്കുന്നയാളാണ് പിണറായി വിജയൻ. ആ ഇൻറ്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുന്നില്ല. അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹത്തെ നോക്കിക്കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഈ ശബരിമലയുടെ കാര്യത്തിൽ അവർ ചെയ്തതെല്ലാം ദൈവനിഷേധത്തിൽ അധിഷ്ഠിതമായ അവരുടെ ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇന്നത്തെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവർ മുന്നോട്ടും പോകുന്നത്. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തുദ്ദേശത്തിലാണ് അവർ ഓരോന്നും ചെയ്യുന്നതെന്ന്, പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ കാര്യത്തിൽ, ദേവാലയങ്ങളുടെ കാര്യത്തിൽ അവർ ചെയ്യുന്നതെന്ന് റിസൾട്ട് വന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ. അന്ന് മുതൽ ഞാൻ പറഞ്ഞു, എല്ലാ കാലഘട്ടത്തിലും കമ്മ്യൂണിസ്റ്റുകൾ ഈ ദൈവവിശ്വാസത്തിനെതിരാണ്. അല്ലെങ്കിൽ നോക്കിക്കോ, ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ശബരിമലയെ പറ്റി നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞതും അതിന് ശേഷം പറയുന്നതും ഇപ്പോൾ പറയുന്നതും എല്ലാം ഒന്ന് തന്നെയാണ്. ദൈവനിഷേധമാണ്. ദേവാലയങ്ങളിൽ തകർക്കുകയാണ്, ദൈവവിശ്വാസത്തെ ഇല്ലാതാക്കുകയാണ്. എങ്കിൽ മാത്രമേ കമ്മ്യൂണിസം വളരെയുള്ളൂ. അടിസ്ഥാന തിയറിയാണ് അവർ. അവരെ അങ്ങനെ തെറ്റിദ്ധരിക്കണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, കമ്മ്യൂണിസ്റ്റുകാർ ദൈവനിഷേധികളാണ്, ദൈവവിശ്വാസികളല്ല. അവർ ദേവാലയങ്ങൾക്കെതിരാണ്. അതുകൊണ്ട് അവർ നിരന്തരമായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാലഘട്ടത്തിൽ അവർ ദൈവവിശ്വാസത്തെ അനുകൂലിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിക്കും? ഈ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കാര്യം എടുക്കുക. അദ്ദേഹം ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ദൈവവിശ്വാസിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ദൈവവിശ്വാസത്തെ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ദൈവത്തെ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. എല്ലാ ക്ഷേത്രങ്ങളെയും, എല്ലാ ദേവാലയങ്ങളെയും, എല്ലാ മതങ്ങളെയും തകർക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അത് മനസ്സിലാക്കാത്തതാണ് പലപ്പോഴും കുഴപ്പമുണ്ടാകുന്നത്. എന്ത് പറ്റി? അല്ലല്ല, അവരല്ലേ പകച്ചത്. BJPയുടെ സംഗമം കണ്ടിട്ട് കമ്മ്യൂണിസ്റ്റുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണകൂടവുമാണ് പകച്ചത്. അതിപ്പം അതറിയായിരിക്കും, മലയാളത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ അയ്യപ്പ ഭക്തനാണെന്ന് മനസ്സിലായി. ആ രീതിയിൽ ചോദിച്ചതിന് നന്ദി. കാരണം BJPയുടെ ആ കരുത്തിനെ നിങ്ങൾ അംഗീകരിച്ചതിൽ നന്ദി.